ഈ മോഡലിൽ വരുന്ന ടയറ് പിന്നെ കുറച്ച് പുതിയ റീബെൽറ്റ് ഇതിങ്ങനെ ചെയ്യും. ഇതിങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇതുപോലുള്ള മെഷീനകത്തേക്ക് കയറ്റി വെക്കുക. അപ്പോൾ നമ്മളത് ഇറക്കാൻ പോകുന്നത് കാണാൻ പോകണേ. അപ്പോൾ കാണിക്കാവേ. ഇതാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ ആൻഡ് മാനേജര്, മുതലാളി വിനുമോൻ. കാര്യം നമുക്ക് JC ഇവിടെ ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ ഇതെല്ലാം വിശദമായിട്ട് കാണിക്കാം. എൻ്റെ എയറൊക്കെ തുറന്നു വിട്ടു. എൻ്റെ ആദ്യത്തെ ഘടകം അഴിച്ചു. എന്തൊക്കെ എടുത്തു തുറന്നു. കണ്ടാണ് അതിനകത്തൊരു ട്യൂബ് ഇട്ടു. ആ ട്യൂബ് എടുത്തു. അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പരസ്യമാ. എനിക്ക് തരണം. ഇത് പരസ്യം ചെയ്യുമല്ലോ നമ്മള്. പുതിയ ടയറായിട്ട് വന്നിട്ടുണ്ട്. പുതിയ ടയർ വേണ്ടവർ അപ്രോച്ച് ബിനുമോൻ KDM കമ്പനി. ഇതാണ് ടയറ്. ഇത്രയും കട്ടയാണ് നമുക്ക് തിക്നെസ് ഇത്രയും കിട്ടുന്നത്. ഇത്രയും തിക്നെസ്. പുതിയ ടയർ 1 വർഷം 2 വർഷം വേണ്ടത് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ടയറിൻ്റെ പരിപാടി. ഇത് വണ്ടിപ്പെരിയാറുണ്ട്. വണ്ടിപ്പെരിയാർ എവിടെ വന്നിട്ടും VK ടയേഴ്സ് അവർ പൈസയ്ക്കും നല്ല കുറവുണ്ട്. നമ്മുടെ JCB, ഹിറ്റാച്ചിയിലെ JCB, ലോറി എല്ലാ ടയറുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടവർക്ക് ടയറിൻ്റെ EMI വേണമെങ്കിലും ബജാജിൻ്റെ പുതിയ ടയറുകൾക്ക് എന്ത് വേണമെങ്കിലും അത്യാവശ്യം. പിന്നെ ഓട്ടോ, ചെറിയ 2 വീലറിൻ്റെ സ്പെയർ പാർട്സുകളും എല്ലാം ഇവിടെയുണ്ട്. വണ്ടിപ്പെരിയാർ വന്നിട്ട് VK ടയേഴ്സ് മാത്രം ചോദിച്ചാൽ മതി. VK. ഓക്കെ, ഈ ലോറി സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ലോറി സ്റ്റാൻഡ് എവിടെയാണെന്ന് ചോദിച്ചു. പെട്രോൾ പമ്പ് കഴിഞ്ഞ് VK ടയേഴ്സ്. ഇതടുത്ത ടയർ ഇതിനകത്തേക്ക് കയറ്റാൻ പോവാം. ടയറിനെ ഇപ്പോൾ ഈ വട്ടുണ്ട പന്ത് പോലെ ആകും. ഇതുകൊണ്ടോ മുതലാളിയെ കാണിച്ചു. മുതലാളിയാണ് ഈ നിൽക്കുന്നത്. പ്രൊപ്പറേറ്റർ മനോഹരൻ KNK ഓട്ടോമൊബൈൽസ്. പുതിയ ടയർ കയറ്റുവാണേ. നോക്കാം. വിശ്വസ്തതയുണ്ട്, ഗ്യാരണ്ടി ഉണ്ട്. ഇത് സ്വന്തമായിട്ടാണ്, പണിക്കാരൊന്നുമില്ല. സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് പുള്ളി പുതിയ ഗ്യാരണ്ടി ആയിട്ടാണ് ചെയ്യുന്നത്. ഫുൾ ഗ്യാരണ്ടി. അങ്ങനത്തെ ഒരു അപാകതയും കാണത്തില്ല. തൊഴിലാളികളാണ് അതിനകത്ത് എളുപ്പപ്പണിക്ക് അവർ പല കള്ളത്തരങ്ങളും കാണിക്കും. ഇത് മുതലാളി സ്വന്തമായിട്ട് ചെയ്യുക. അതുകൊണ്ട് ഗ്യാരണ്ടി 100% ഉണ്ട്. അത് ട്യൂബ് ഇട്ടു, എയർ നിറച്ച് ആ ടയറിനെ ബൾജിക്ക് വലിപ്പം കൂട്ടി നല്ല തിക്നെസ് ആക്കി ഡിസ്ക് പോലെ ഉണ്ട് സാധനങ്ങൾ സെറ്റ് ചെയ്തു, അടച്ചു. അതുപോലെ ആ സൈഡിലും അതുപോലെ തന്നെ വെച്ചു.
അതൊക്കെയാണ് കാണിച്ചു. ആദ്യം നമ്മൾ അഴിച്ചോട്ടാണ് തന്നെ മുറുക്കുന്നു. ഒരു ടയറോടെ കയറ്റി കഴിഞ്ഞു. ഈ മോഡലിൽ, അതായത് സത്യം ഈ മോഡലിൽ ഇരിക്കുന്ന ടയറുകളെ ചെത്തി മിനുക്കി ഈ മോഡലിൽ റബ്ബർ ബെൽറ്റ് കയറ്റി ഇതിനെ ഈ മോഡലിലേക്ക് മാറ്റി പുതിയ ടയർ. ഇതാണ് കറക്റ്റായിട്ട് റീബെൽറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതിന് എയർ പിടിക്കുക, എയർ പിടിച്ച് ടയർ ട്യൂബ് ഇത് ടൈമിംഗ് ആണ്. എത്ര പൗണ്ടാണ്? 80. അത് ടെമ്പറേച്ചർ മീറ്ററാണ്. ടെമ്പറേച്ചർ മീറ്റർ എത്ര വരെ കയറും? 120. 120 ആകുമ്പം ഇതായെന്നാണ്. 120 ടെമ്പറേച്ചർ ആകുമ്പം ഇത് ഇപ്പം 112 നിൽക്കുന്നു. 120 ആകുമ്പം ഇത് ഫുള്ള് കൂളിംഗ് സെറ്റായെന്നാണ് അത് പറയുന്നത്. ഇത് എയർ പ്രഷർ ഇപ്പോൾ 80 നിൽക്കുന്നു. 80 നമുക്ക് വേണ്ടത്. 80 ഇപ്പോൾ ഇതിനകത്തേക്ക് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. ഓക്കെ. ഈ വണ്ടിപ്പിരിയാറ് കിട്ടാത്ത വണ്ടിയുടെ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. വണ്ടിപ്പിരിയാറ് വന്ന് ഏത് വണ്ടിയുടെ എന്ത് സാധനം, അതാണ് വണ്ടിപ്പിരിയാറ്. എന്ത് സാധനത്തിനും വണ്ടിപ്പിരിയാറ് വന്നാൽ മതി. എവിടെ കിടക്കുന്നവരെ എവിടെ ഉള്ളവരാണെങ്കിലും അല്ലേ. ഇത് നമ്മുടെ കൂട്ടുകാരനാണ് മിൽമയുടെ കോർഡിനേറ്ററാണ്. മലനാട് മിൽക്കിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. വണ്ടിപ്പിരിയാറ് വന്നിട്ട് എന്ത് കേസുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഒരു കുഴപ്പങ്ങളുമില്ല. ഇത് ടയറൊക്കെ ഉരയ്ക്കുന്ന റബ്ബർ കാര്യങ്ങളൊക്കെയാണ്. ഇത് റബ്ബർ, ഇത് ഇവിടെ ടയർ ഉരയ്ക്കുന്ന ഇതിങ്ങനെ മോട്ടർ ഇല്ലില്ല. ഇത് റബ്ബർ ഇങ്ങനെ ടയർ വരച്ച് കളയുന്ന മുള്ളുകളാണ്. ഇതുണ്ടാവും. ഇതാണ് ടയറിന്റെ മോൾഡ്. ജീപ്പിന്റെ കട്ട. അതായത് ഈ പ്ലെയിനായിട്ടുള്ള റബ്ബറുകളെ ഇതിനകത്ത് വെച്ച് പ്രസ് ആകുമ്പോൾ ഇതുപോലെ മോൾഡുകൾ വെച്ച് അമക്കി ഇങ്ങനെ ലൈനായിട്ട് വന്ന് വീഴും. ഇതൊക്കെ റീസോൾവ് ചെയ്ത ടയറുകൾ അതിലുണ്ടാവും. പുതിയ ടയറുകൾ പോലെ എല്ലാം റീസോൾവ് ചെയ്ത ടയറുകളാണ്. എന്താവശ്യത്തിനും കോണ്ടാക്ട് ചെയ്യാൻ അതിനകത്ത് നമ്പർ കൊടുത്തേക്കാം. നേരിട്ട് വിളിച്ചോ, കുഴപ്പമില്ല. ഓക്കെ.